ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ അവസ്ഥയെ, നമ്മുടെ ബലഹീനതയെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപത്തെ, നമ്മുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ, നമ്മുടെ തെറ്റുകളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ കരുതുന്ന കർത്താവാണ്. നിങ്ങളുടെ ഒരു ചെറിയ ആവശ്യം പോലും അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് അറിയുന്നു. കർത്താവിനാൽ വിളിക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ദൈവം നിങ്ങൾക്ക് തുണയാണ്. നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന കർത്താവാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ഇന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, തെറ്റായ വഴികളിലൂടെ യാത്ര ചെയ്ത് കഷ്ടതയിലകപ്പെട്ട് രോഗികളും നിരാലംബരുമായി തീർന്ന, മരണത്തോട് മല്ലടിക്കുന്ന, സാഹചര്യങ്ങളെ, വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയാതെ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവർ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ കർത്താവ് എങ്ങനെ അവരെ മോചിപ്പിക്കുന്നു എന്നതാണ് ഈ സങ്കീർത്തനം പറയുന്നത്. അവരുടെ കഷ്ടപ്പാടുകളിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ദുരിതത്തിൽ നിന്ന് രക്ഷിച്ചു. അവൻ അവരെ ഇരുട്ടിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചു. അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി നാശത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു എന്ന് സങ്കീർത്തകൻ ഇന്ന് നമ്മോട് പറയുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും കർത്താവിൽ പ്രത്യാശ കണ്ടെത്തുന്നതിന് കഴിയണം. കാരണം നമ്മൾ വഴിതെറ്റി കുടുങ്ങിപ്പോകുമ്പോഴും ദൈവത്തോടുള്ള ആത്മാർത്ഥമായ നിലവിളി നമുക്ക് മോചനവും രോഗശാന്തിയും നൽകി ഒരു പുതിയ തുടക്കം നൽകി അനുഗ്രഹിക്കുന്നു. സങ്കീർത്തനം 107 നിന്നെടുത്ത ഇന്നത്തെ തിരുവെഴുത്ത് ആഴമേറിയ ദുരിതത്തിലായവരെ രക്ഷിക്കാനും സുഖപ്പെടുത്താനുമുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത പൂർണ്ണമായ വിടുതലിൻ്റെയും രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും ദൈവിക ഇടപെടലാണ്. ദൈവം നമ്മുടെ ചങ്ങലകളെ, ബന്ധനങ്ങളെ തകർക്കുന്നു. ഇരുമ്പ് വാതിലുകളെ തകർക്കുന്നു. മരണവാതിലുകൾക്ക് സമീപമുള്ളവരെ സുഖപ്പെടുത്താൻ തൻ്റെ വചനം അയക്കുന്നു. ഈ വാക്കുകളോടെ ഈ രാത്രി നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ രക്ഷിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് ഒരു ഇരുട്ടും വളരെ ആഴമുള്ളതല്ലെന്നും ഒരു ചങ്ങലയും ശക്തമല്ലെന്നും ഉള്ള ഉറപ്പിൽ നമുക്ക് ഈ രാത്രിയിൽ വിശ്രമിക്കാം. നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന, നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു അവസ്ഥയിലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയാണ് അവിടുന്ന് നിങ്ങളുടെ മേൽ കനിവ് തോന്നി നിങ്ങളെ അനുഗ്രഹിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നും, ആഗ്രഹങ്ങളെ എല്ലാം സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ അത്ഭുതങ്ങളും കാരുണ്യവും നിങ്ങളോട് ഈ രാത്രിയിൽ കാണിക്കും. രോഗികൾക്ക് രോഗശാന്തി നൽകി ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കും. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 107 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവം, ഈ രാത്രിയിൽ
ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുമ്പോൾ ഞങ്ങളെ കരുണയോടെ വീക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളെ രക്ഷിക്കാനും സുഖപ്പെടുത്താനും കഴിവുള്ള ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ രോഗങ്ങൾ, അങ്ങയ്ക്ക് സൗഖ്യപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളില്ല. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ അങ്ങയ്ക്ക് രക്ഷിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. കർത്താവേ, ഞങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ചങ്ങലകൾ തകർക്കാൻ അങ്ങയ്ക്ക് സാധിക്കും. ഞങ്ങളെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാൻ അങ്ങയ്ക്ക് സാധിക്കും. ദൈവമേ, ഈ അറിവ് ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ശക്തി പകർന്നു തരുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഏത് സാഹചര്യങ്ങളിലും അങ്ങയോട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ അങ്ങ് സമീപസ്ഥനാണ്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അറിവില്ലാതെ തെറ്റായ വഴികളിൽ കൂടി യാത്ര ചെയ്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ കഷ്ടതകളിൽ അങ്ങയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ തേടിയെത്തി സുഖപ്പെടുത്തി രക്ഷിച്ചു എന്നതിനാൽ ഞങ്ങൾ അങ്ങയിൽ ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. അങ്ങയിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ അങ്ങയെ തേടുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ, നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് നീ അവരെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അറിവില്ലായ്മയും ബലഹീനതയും പാപാവസ്ഥയും അവിടുന്ന് ക്ഷമിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, അത്ഭുത സൗഖ്യം തരണമേ. നിന്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നീ കരുണയോടെ വീക്ഷിക്കണമേ. ആശുപത്രിയിലായിരിക്കുന്നവരെ, ICUയിലും വെന്റിലേറ്ററിലുമായിരിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാത്തവരെ സമർപ്പിക്കുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ സമർപ്പിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാവരുടെ മേലും കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ടോ ദൈവിക പദ്ധതി കൊണ്ടോ ആണ് ഞങ്ങളുടെ രോഗങ്ങൾ എങ്കിലും കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. നീ ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ആരൊക്കെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നോ അവർക്ക് രക്ഷ നൽകുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ബന്ധനാവസ്ഥയിൽ നിന്ന്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നിലും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന്, ഒന്നിലും വിശ്വാസമർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന്, പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, നിരാശയിൽ നിന്ന് നീ ഞങ്ങളെ കരകയറ്റണമേ. എല്ലാ ഭയത്തെയും അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് എല്ലാ തെറ്റിദ്ധാരണകളെയും മാറ്റി, എല്ലാ അസ്വസ്ഥതകളെയും മാറ്റി, ഭയത്തെയും നിരാശയെയും കീഴടക്കി ഏത് പ്രശ്നത്തിലും എൻ്റെ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത്, കർത്താവ് എനിക്കെല്ലാം നന്മയ്ക്ക് വേണ്ടി വരുത്തും എന്ന ദൈവിക പദ്ധതിയെ ഓർത്ത്, ഇന്നുവരെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, നിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ച് ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിപൂർണ സ്നേഹത്തിൽ ഞങ്ങൾ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കരുണയോടെ ഞങ്ങളെ കാക്കണമേ. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ വിശ്രമിക്കാൻ പോകുന്നു. ഇസ്രായേലിൻ്റെ പരിപാലകനായ ദൈവമേ, ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുന്ന ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. സുരക്ഷിതമായ ഉറക്കം നൽകി, ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ദിവസം നിന്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ അതിരാവിലെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഒന്നുകൂടി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെ മേലും ഈ രാത്രിയിൽ നീ കരം വെച്ച് സൗഖ്യപ്പെടുത്തി വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി സുരക്ഷിതമായി കർത്താവ് നിന്നെ കാത്തുകൊള്ളട്ടെ. നിന്റെ ഭവനത്തിന്മേൽ, നിന്റെ വസ്തുവകകളുടെ മേൽ കർത്താവിൻ്റെ സൈന്യം കാവലുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.